ഇന്ന് യുവതിവാക്കന്മാരുടെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പലപ്പോഴും സാധ്യമാകുന്നില്ല. മദ്യപിക്കരുത് എന്നൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ മദ്യപിക്കുകയാണ്. മ്ലേച്ഛ സിനിമകൾ കാണരുതെന്ന് ആഗ്രഹമുണ്ട്, മ്ലേച്ഛത പ്രവർത്തിക്കരുത്, ചിന്തിക്കരുത് എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ വീണു പോവുകയാണ്. അതിന് കാരണം പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ സർക്കംസ്റ്റൻസസ് ആണ് ഇതിനെല്ലാം കാരണം. വെച്ചാൽ നമ്മുടെ സാഹചര്യവും ചുറ്റുപാടുമാണ് ഒരു വ്യക്തി പാപത്തിലേക്കും ഒരു വ്യക്തി നന്മയിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും സാഹചര്യം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക 2 തീമോത്തിയോസ് 2-ാം അധ്യായം 22-ാം വാക്യം പറയുകയാണ്, യുവത്വത്തിൻ്റെ എല്ലാ മോഹങ്ങളും വിട്ടോടുക, നീതിയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിർമ്മല ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കൂടിയുള്ള സമാധാനത്തിൻ്റെയും പിന്നാലെ പാഞ്ഞെത്തുക. അപ്പോൾ നമ്മൾ ചിലത് വിട്ട് ഓടണം പ്രിയമുള്ളവരെ. ഓടിയില്ലെങ്കിൽ നമ്മളത് കൊണ്ടുപോകും. അത് നമ്മുടെ സാഹചര്യങ്ങൾ വിട്ട് നമ്മൾ മാറുക. നമുക്ക് ഏറ്റവും നല്ലത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ കൂടെയുള്ള അവരുടെ പിന്നാലെ നമുക്ക് പോകാൻ സാധിക്കട്ടെ. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പിന്നാലെ നീ പോവുക. നമുക്ക് ഈ യുവത്വത്തിൻ്റെ എല്ലാ മോഹങ്ങളും, അല്ലെങ്കിൽ പ്രായമായവരായിക്കോട്ടെ, എല്ലാ മോഹഭാവങ്ങളിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുന്നവരുടെ കൂടെ ചേർന്ന് പോകാൻ, ബാക്കിയെല്ലാം വിട്ടോടാനും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കുവാനും ഈ പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാമായതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മകളെ ശക്തി നൽകട്ടെ.